സൗദി മധ്യപ്രവിശ്യയുടെ ഗതാഗത ചരിത്രത്തിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന ട്രെയിൻ സർവീസിന് അൽ ഗസീമിൽ ഊഷ്മള വരവേൽപ്പ് നൽകി. റിയാദിൽ നിന്നും ഗസീമിലെത്തിയ ആദ്യ ട്രെയിനെ സ്വീകരിക്കാനും നിരവധി സ്വദേശികളും വിദേശികളും റെയിൽവേ സ്റ്റേഷനിലെത്തി. റിയാദിൽ നിന്നും 320 യാത്രക്കാരുമായി ഉച്ചക്ക് 12:30 ബുറൈദിലെത്തിയ ട്രെയിനിന് ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത്. റോസാപ്പൂക്കളും മധുരപലഹാരങ്ങളും പഴച്ചാറുകളുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാരെ അധികൃതർ സ്വീകരിച്ചു. റൂട്ടിലെ ആദ്യ യാത്രയുടെ അനുഭവം പങ്കുവെച്ച യാത്രക്കാർ ആകർഷകമായി സംവിധാനിച്ച സ്റ്റേഷനിൽ സമയം ചെലവഴിച്ച ശേഷമാണ് മടങ്ങിയത്. യാത്രക്കാർക്കായി സബ്കോ ബസ്സുകളും ഒരുക്കിയിരുന്നു. നഗരമധ്യത്തിലെ ബസ് സ്റ്റേഷനിലേക്കും തിരിച്ചും 20 റിയാൽ വീതം ഈടാക്കുന്ന ഈ സർവീസ് ആദ്യ ഒരാഴ്ച തികച്ചും സൗജന്യമാണ്. മലയാളികളടക്കം നിരവധി വിദേശികളും ആദ്യ ട്രെയിനിലെത്തുന്ന വേളയിൽ സ്റ്റേഷനിലെത്തിയിരുന്നു. റോഡ് മാർഗം റിയാദിലെത്താൻ 4 മുതൽ 5 മണിക്കൂർ വരെ വേണ്ട സ്ഥാനത്ത് 2.5 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്നത് പ്രവാസികൾക്കും അനുഗ്രഹമാവും. പൊതുവെ ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ആശ്വാസമായി. കാരണം റിയാദിൽ പോയി വരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നേരെ കയറി ചെന്ന് കഴിഞ്ഞാൽ തലസ്ഥാനത്ത് പോയി എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചെത്താം, എത്രയും പെട്ടെന്ന് തിരിച്ചെത്താം. അതായത് ബുറൈദൻ്റെ ഒരു മുഖച്ഛായം തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ബുറൈദ അല്ലാസിയ ഹൈവേക്ക് സമീപത്താണ് അൽ ഖസീം സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഹായിൽ ഉൾപ്പെടെ വടക്ക് ഭാഗത്തേക്ക് കൂടി സർവീസ് ആരംഭിക്കുന്നതോടെ ബുറൈദയിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്വദേശികൾക്കും വിദേശികൾക്കും ട്രെയിൻ സർവീസ് ഏറെ അനുഗ്രഹമാവും. ബുറൈദയിൽ നിന്നും ക്യാമറാമാൻ ഷിഹാബ് പൂക്കിപ്പറമ്പിനും അസ്ലം കൊച്ചുകലിങ്ങിനുമൊപ്പം റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്.